Hi students, welcome to LM. Today we are doing the exercise questions of page 198. That is, question number 1 is written on the board. What are the radius of the base and slant height of a cone made by rolling up a sector of central angle 60 degree cut out from a circle of radius 10 centimeter? അതായത് നോക്കിക്കേ, ഇത് സർക്കിളാണ്. ഇതിൻ്റെ റേഡിയസ് 10 എന്ന് കരുതുക. അപ്പോൾ ഇതിപ്പോൾ എന്തായി? സെമി സർക്കിൾ അല്ലേ? ഇത് നോട്ട് ഓൺലി ദാറ്റ് ഇസ് ഈ സെക്ടർ. കുറച്ചുകൂടി രീതിയിൽ മടക്കാം. എന്താണ്ടേ ഇപ്പം എന്തായി? സെക്ടറായി അല്ലേ? നോക്കിക്കേ, ഈ സെക്ടർ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഒരു എന്താണ് റോളിങ് റേഡിയസ് ഓഫ് ദ ബേസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ മേഡ് അപ്പ് ബൈ റോളിങ് അപ്പ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 60 തന്നിട്ടുണ്ട്, നടുക്കുള്ള ആംഗിൾ. അപ്പം ഇതിനെ റോൾ ചെയ്താൽ ഇതാണ് ആർക്ക് ലെങ്ത് ഓഫ് ദിസ് സെക്ടർ. ദിസ് ഈസ് ദ ആർക്ക് ലെങ്ത്. ഓക്കെ, ദിസ് ഈസ് റേഡിയസ് കംസ് ആസ് ദ സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, ഇത് സ്ലാൻഡ് ഹൈറ്റ് ആണ് കേട്ടോ. അപ്പം അത് ഞാൻ റഫായിട്ടെണ്ണം വരയ്ക്കാം. കോൺ. അപ്പം പിന്നെ അതിനെ ഫോൾഡ് ചെയ്ത് കോണിനെ നമുക്ക് ഫോൾഡ് ചെയ്ത് സെക്ടറാക്കി. ഈ ആംഗിളാണ് 60 ഡിഗ്രി. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ. സർക്കിളിൽ നിന്നാണ് ഇത് കട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? റേഡിയസ് ഓഫ് ദ ബേസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ? എന്താണ് ഇവിടെ നോക്കിക്കേ. വാട്ട് ഈസ് ഏരിയ ഓഫ് സെക്ടർ? വാട്ട് ഈസ് ആർക്ക് ലെങ്ത് ഓഫ് ദ സെക്ടർ? ആർക്ക് ലെങ്ത് ഓഫ് ദ സെക്ടർ ഈസ് x/360 into pi r square, that is area. പിന്നെ ആർക്ക് ലെങ്ത് ആണ് x/360 into 2 pi r. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? തീറ്റ തന്നിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ ഈസ് തീറ്റ ഈക്വൽ 60 ഡിഗ്രി. നമുക്ക് റേഡിയസ് ഓഫ് ദ ബേസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പോൾ കോണിൻ്റെ അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന കോണിൻ്റെ റേഡിയസും സ്ലാൻഡ് ഹൈറ്റും ഇതിൻ്റെ പകുതിയാണ് റേഡിയസ്. പിന്നെ അതിന് മുമ്പ് ഇതാണ് റേഡിയസ്. നോക്കിക്കേ, ഇത് റേഡിയസ്. അതാണ് സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരുന്നത്. നോക്കിക്കേ, സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരുന്നത് അതാണ്. ഈ റേഡിയസ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ എന്ന്. അതിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് വരും? സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരും. കാണുന്നുണ്ടോ? ഇങ്ങനെ അത് ഫോൾഡ് ചെയ്തുണ്ടാകുന്ന സെക്ടറിൻ്റെ ഇതിൻ്റെ അകത്ത് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെ ഉള്ള ലെങ്ത് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് ദ കോൺ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം സെൻട്രൽ ആംഗിൾ റേഡിയസ് ഓഫ് ദ കോണിന് നമ്മൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം. റേഡിയസ് ഓഫ് കോൺ സ്മോൾ ആർ എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? സ്മോൾ ആർ ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ കോൺ, ദാറ്റ് ഈസ് x/360. x means that is central angle. or you can write theta into capital R. x/360 into capital R. ഇതൊരു റിലേഷൻ തന്നെയായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഈക്വൽസ് 60/360 into ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്ര? 10 എന്ന്. 6 times 10/6, that is 5/3
equals 1.66. അപ്പം റേഡിയസ് ഓഫ് ദ എന്താണ് റേഡിയസ് ഓഫ് ദ കോൺ കിട്ടി 1.66. റേഡിയസ് ഓഫ് കോൺ ഈസ് ഈക്വൽ ടു 1.66. അത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി എഴുതാം. റേഡിയസ് ഓഫ് കോൺ ഈക്വൽ 1.66 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ ഫോൾഡ് ചെയ്തില്ലേ, പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്ത് കോൺ ഉണ്ടാക്കി, അതിൻ്റെ റേഡിയസും സ്ലാൻഡ് ഹൈറ്റും ഈക്വൽ ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് എന്തായിട്ട് വരുന്നത്, സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് കോൺ ഈക്വൽസ് 10. ഇവിടെ 10 എന്ന് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറൊന്നും കാണാനില്ല. ഓക്കെ, എളുപ്പമല്ലേ? രണ്ടാമത്തെ ചോദ്യം എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ടു ബി യൂസ് ടു മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. അതാണ്ട് റഫായിട്ട് ഫിഗർ വരയ്ക്കാം. ഇതാ റേഡിയസ് എന്ന് പറയുന്നത്. ഈ റേഡിയസ് ആണ് എത്ര തന്നിരിക്കുന്നത്, 10. സ്ലാൻഡ് ഹൈറ്റ് 25. നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്, സെൻട്രൽ ആംഗിൾ. എന്തൊക്കെ തന്നിട്ടുണ്ട്, R is equal to 10, L is equal to 25. അപ്പോൾ റിലേഷൻ സെൻട്രൽ ആംഗിളിന് തീറ്റ കൊടുക്കാം. R by L into 360, 10 by 25 into 360. അപ്പോൾ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടുക പറഞ്ഞേ, 144 ഡിഗ്രി. ഇത്രയും ആൻസർ കിട്ടും, 144 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ ബേസ് റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ? നോക്കിക്കേ, ഇതല്ലേ സെമി സർക്കിൾ. സെമി സർക്കിൾ റോൾ ചെയ്ത് നമ്മൾ എന്തുണ്ടാക്കുന്നു, ഒരു കോൺ ഉണ്ടാക്കുന്നു. ഉണ്ടാ സെമി സർക്കിൾ റോൾ ചെയ്ത് കോൺ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാ ഈ റേഡിയസ് ആണ് ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് കോണിൻ്റെ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന കോണിൻ്റെ റേഡിയസ് ഇതായിരിക്കും. അപ്പോൾ ഇത്രയും നീളം ഉണ്ടായിരിക്കും ഈ സെൻറ്ററിൽ നിന്ന്. ഇത് ഈ റേഡിയസിന് ഈക്വൽ ആണോ? അല്ല, അല്ലേ? അപ്പോൾ ആ റിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഏതാ, റേഡിയസ് ഓഫ് ബിഗ്ഗർ സർക്കിൾ, റേഡിയസ് ഓഫ് ബിഗ്ഗർ സർക്കിൾ ക്യാപിറ്റൽ R എന്നും, റേഡിയസ് ഓഫ് സ്മോളർ സർക്കിൾ എന്ന് നമ്മൾ അതിനെ റോൾ ചെയ്ത് ആദ്യം സെമി സർക്കിൾ, ഇത് ക്യാപിറ്റൽ R സെമി സർക്കിളിൻ്റെ ആണ്. പിന്നെ നമ്മൾ റോൾ ചെയ്തുണ്ടാക്കുമ്പോൾ റേഡിയസ് കുറയല്ലേ, ആ റേഡിയസിന് സ്മോൾ r എന്നും കൊടുക്കുക. റേഡിയസ് ഓഫ് സ്മോളർ സർക്കിൾ ഈസ് സ്മോളർ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റിലേഷൻ റേഡിയസ് ഓഫ് സർക്കുലർ ബേസ് ഓഫ് സർക്കുലർ ബേസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, പിരമിഡിന്റെ റേഡിയസ് ഏതായിരിക്കുന്നത്, ബേസ് ഓഫ് ദ പിരമിഡ് equal to small r equal to capital R by 2. ഇതിൻ്റെ പകുതി ആയിരിക്കും. നമ്മൾ എന്താണ് സെമി സർക്കിൾ എടുത്തല്ലേ, സെമി സർക്കിളിൻ്റെ റേഡിയസ് ഇതാണ്. അത് ഫോൾഡ് ചെയ്തല്ലേ നമ്മൾ എന്തുണ്ടാക്കിയത്, എന്താണ് സെക്ടറേന്ന് അത് കോണാക്കി അല്ലേ, ആ സെമി സർക്കിൾ എടുത്ത് റോൾ ചെയ്ത് കോണാക്കി. അപ്പം അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ ഇതിൻ്റെ പകുതി ആയിരിക്കും. ഈക്വൽസ് R by 2. R is equal to R by 2 അല്ലേ. അപ്പം ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എത്രയായിരിക്കും, R divided by R. Therefore small r divided by capital, ഇതിനെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം
1/2 എന്ന് കിട്ടും. അപ്പോൾ എത്രയായിരിക്കും? R/R ഈക്വൽസ് 1:, ഇതാണ് റിലേഷൻ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ എക്സസൈസ് തീർന്നിരിക്കുന്ന. ഇനി അടുത്ത എക്സസൈസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.